ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയുടെ ഇടവക ദിനാചരണവും 725 വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഓഗസ്റ്റ് 15 വൈകിട്ട് 3 നടക്കും. AD 1300 സ്ഥാപിക്കപ്പെട്ട ആലങ്ങാട് സെന്റ് മേരീസ് ഇടവകയും ഇവിടത്തെ പഴയ ദേവാലയവും കേരള ക്രൈസ്തവ സഭ ചരിത്രത്തിൽ ഏറെ സ്ഥാനമുള്ള ഒരു സ്ഥലമാണ്. ഭാരത സഭയുടെ പ്രഥമ തദ്ദേശീയ മെത്രാപ്പോലീത്തയായ മാർ ജോസഫ് കരിയാറ്റിക്ക് ജന്മം നൽകിയത് ആലങ്ങാടാണ്. സഭയുടെ ഐക്യത്തിനു വേണ്ടി അവസാന ശ്വാസം വരെ പ്രയത്നിച്ച മാർ കരിയാറ്റി മെത്രാപ്പോലീത്തയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത് പഴയ പള്ളിയിലാണ്. 725 വാർഷിക ആഘോഷങ്ങളെക്കുറിച്ച് വൈസ് ചെയർമാൻ ബിനു കരിയാറ്റി പറയുന്നു. എൻ്റെ പേര് ബിനു കരിയാട്ടി. ഞാൻ ഈ ഇടവക ആലങ്ങാട് സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ വൈസ് ചെയർമാനാണ്. ഈ ദേവാലയം 1300 AD കാലഘട്ടത്തിലാണ് നമ്മുടെ ഇവിടെ ഇടവക സമൂഹം ഉണ്ടായതും ഉടലെടുത്തതും. അതിനുശേഷം ഇന്ന് 2024 ഓഗസ്റ്റ് 15 നമ്മൾ ഇടവക ദിനവും അതിനോടൊപ്പം തന്നെ 725ാമത് ജൂബിലി ആഘോഷവും കൂടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 15 നമ്മുടെ ബഹുമാനപ്പെട്ട ഈ മണ്ഡലത്തിൻ്റെ MLA യും മന്ത്രിയുമായ P രാജയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവர்களுം MP ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന മഹാസമ്മേളനം 15 വൈകിട്ട് നമ്മുടെ പാരിഷ് ഹോളിൽ വെച്ച് നടക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരള കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ഒരു പള്ളിയാണ് നമ്മുടെ ആലങ്ങാട് സെൻറ്റ് മേരീസ് പള്ളി. ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ പടയോട്ടം നടന്ന കാലഘട്ടങ്ങളിലൊക്കെ പള്ളി ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അത് രേഖകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതേപോലെ തന്നെ നമ്മുടെ കരിയാട്ടി മെത്രാപ്പോലീത്ത, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മെത്രാപ്പോലീത്ത ആയ കരിയാട്ടി മാർ ജോസഫ് കരിയാട്ടി മെത്രാപ്പോലീത്തയുടെ ജന്മസ്ഥലം ആലങ്ങാടാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചത് ഗോവയിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ 1960കളിൽ നമ്മുടെ ആലങ്ങാട് കൊണ്ടുവന്ന് ഇവിടെ പഴയ പള്ളിയിൽ സ്ഥാപിക്കുകയും അത് ഇവിടെ കല്ലറയായി നിർമ്മിച്ച് പ്രത്യേക പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ നടന്നു പോരുകയാണ്. ഏകദേശം 700ഓളം കുടുംബങ്ങൾ നിലവിലുണ്ട്. ഈ ഇടവക ആലങ്ങാട് എന്ന് പറയുമ്പോൾ നീർക്കോട്, അതേപോലെ തട്ടാമ്പടി, അതേപോലെ കാരൂന്ന്, അതേപോലെ തന്നെ കുന്നൽപ്പള്ളി, ഇതൊക്കെ ഈ പള്ളിയുടെ കീഴിലായിരുന്നു ആ ഇടവകകളെല്ലാം. ഇതെല്ലാം ഇപ്പോൾ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു വിശ്വാസ സമൂഹം ഈ പള്ളിയുടെ കീഴിലുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ. ഇപ്പോൾ ആളുകളുടെ ആ താല്പര്യങ്ങൾക്കനുസരിച്ചും അല്ലെങ്കിൽ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാം 5ഓളം പള്ളികൾ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ് പോയിട്ടുണ്ട്. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നതിനു മുമ്പ് പണിത ദേവാലയങ്ങളിൽ ഇന്ന് അവശേഷിക്കുന്നവ വളരെ ചുരുക്കമാണ്. അപ്രകാരം അവശേഷിക്കുന്നതിൽ ഒന്നാണ് ആലങ്ങാട്ടിലെ പഴയ പള്ളി.